100-ൽ കൂടുതൽ കളരിക്ക് ഗുരുക്കൾ, കേരളത്തിനകത്തും പുറത്തുമായി എണ്ണിയാലൊടുങ്ങാത്തത്ര ശിഷ്യന്മാർ. ഒരു നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കളരി സംഘത്തിൻ്റെ ഗുരുക്കൾ. കാരയാട് കളരി സംഘത്തിൻ്റെ ഗുരുക്കൾ സുകുമാരൻ നായർ. അച്ഛൻ ഉണ്ണിയംവീട്ടിൽ ചേന്നൻ നായർ, അതായത് പാറക്കൊമ്പത്ത് കേളുനായർ എന്ന പ്രസിദ്ധി കേട്ട ഒരാളുണ്ടായിരുന്നു. അത് അമ്മയുടെ അച്ഛനാണ്, അച്ഛൻ്റെ കാരണവരാണ്. അദ്ദേഹമാണ് ഈ കലയ്ക്ക്, ഈ കളരിക്ക് ഞങ്ങൾക്ക് പ്രചോദനം നൽകിയത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഒളിഞ്ഞും തെളിഞ്ഞും അച്ഛൻ കളരി അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ കാവുന്തറ ഒരു കളരി തുടങ്ങി. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഉണ്ണിയംവീട്ട് തറവാട്ടിൽ നിന്ന് മുമ്പ് കുറുമ്പനാട് രാജാവിനും കോഴിക്കോട് സാമൂതിരിക്കും അകമ്പടിയായി പടനായകന്മാർ ഈ തറവാട്ടിൽ നിന്ന് വിളിച്ച് രാജാക്കന്മാർ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഉണ്ണിയംവീട്ടിൽ ക്ഷേത്രത്തിൽ വെച്ച സ്വർണ്ണപ്രശ്നത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവത്തക്കടവ്, ഒറവിൽ, ഉള്ളിയേരി, 19, ബാലുശ്ശേരി എന്ന കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കളരി നടത്തിയിട്ടുണ്ട്. കൂടാതെ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ITIയിൽ 2 കൊല്ലം കളരി നടത്തിയിട്ടുണ്ട്. എത്ര ശിഷ്യന്മാരുണ്ട് എന്ന് പറയാൻ പറ്റില്ല. 100 ചില്ലാണ്. ഞാൻ സ്ഥലമൊന്നും എഴുതിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിക്കുമ്പോൾ 107 സ്ഥലത്ത് ഞാൻ കളരി നടത്തിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ. തമരം കൊണ്ട് ഓതിരോ ഞാനും ഗുരുക്കളായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 1979 മുതൽക്കുള്ള ബന്ധമാണ്. അത് 80 സ്വന്തമായൊരു കളരി തുടങ്ങി. 80-82 കാലങ്ങൾ മുട്ട് അയാളെ കൂടെ തന്നെ ഒരു 10-15 കൊല്ലം വരെ അയാൾ കൂടെ തന്നെ എന്ന് പഠിച്ചാണ്. പിന്നെ ഇപ്പം പല സ്ഥലത്തായിട്ട് കളരി സ്വന്തമായിട്ട് നടത്തി. ഇപ്പോൾ അയാളെ തന്നെ ഇവിടെ കളരി തുടങ്ങി തന്ന് എവിടെ കളരി നടത്തിയാലും മൂപ്പരെയും കൂട്ടിയിട്ടാണ് ഞാൻ കളരി തുടങ്ങലുള്ളൂ. നമ്മുടെ ജീവൻ രക്ഷയ്ക്ക്, ആത്മരക്ഷയ്ക്ക് വേണ്ടിക്കൊണ്ടാണ് കളരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് കളരിപ്പയറ്റിൽ മർമ്മപ്രധാനമായ ഒരു പയറ്റാണ് ഒറ്റപ്പയറ്റ്. ആ ഒറ്റപ്പയറ്റിന് 64 അടിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ 64 അടി 64 വർമ്മ സ്ഥാനത്തേക്കാണ്. അത് എങ്ങനെയാ വെച്ചാൽ കൈകളിൽ 6 വർമ്മം, കാലുകളിലും 6 മാതായി വരും. ഉദരേ 3 വർമ്മം, മാർവിടം 12 പാർശ്വങ്ങളിൽ 7 കഴുത്തിലും 7 താനത, ശിരസിൽ 13 അഭ്യാസമുറിയായി ചെല്ലുന്നവ. ഈ 64 വർമ്മസ്ഥാനത്ത് വരുന്ന അടികളെ തടുത്തു പഠിക്കുകയാണ് കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് ഞാൻ കളരി അഭ്യാസിയാണ് എന്ന് വെച്ചിട്ട് വേറൊരാളോട് മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനോ ചെയ്യാൻ പാടുള്ളതല്ല. എനിക്ക് 77 വയസ്സായി. 52 കൊല്ലക്കാലത്തോളമായി ഈ കളരി അഭ്യാസമായി മുന്നോട്ട് പോകും. ഇന്നും എൻ്റെ വീട്ടിൽ കളരി നടന്നുകൊണ്ടിരിക്കുകയാണ്. മകനാണ് രമേശ് ബാബു, മകനാണ് കളരി ഇപ്പോൾ നടത്തുന്നത്. എല്ലാ പോരായ്മകളെല്ലാം തീർക്കാൻ വേണ്ടിക്കൊണ്ട് കളരിയിലെ വിവിധ വശങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അച്ഛൻ തന്നെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. വലിയച്ഛനും അച്ഛൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരുപാട് സ്ഥലത്ത് കളരി നടത്തിയതും അവിടെ നിന്നിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്ക് വല്ലാത്തൊരു ആസക്തിയിലേക്ക് വരാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ വിവിധ സ്ഥലങ്ങളിൽ കളരിയായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ കൂടെ ഞാനും പോയിട്ടുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ, വളരെ ചെറുപ്പം തന്നെ ഫീൽഡിൽ നിന്ന് ഇറങ്ങിയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കടമാ നിലക്ക് ഇതിലേക്ക് ഇറങ്ങിയിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് എന്നാൽ കഴിയുന്ന പരമാവധി എനിക്കറിയുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ അച്ഛനിൽ നിന്നും പകർന്നെടുത്തുകൊണ്ട് പഠിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും കാലത്ത് കളരി നടത്തിയിൽ തന്നെ വെറും ഒരു സാമ്പത്തിക നേട്ടം എന്ന് അതിന് ഞാൻ ഉൾക്കൊണ്ടിച്ചില്ല. ഒരു ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ അത് കളരിയെ സംബന്ധിച്ച് ഒരു റിസർച്ച് തന്നെ നടത്തുക. കളരി ഇന്നതാണ്, കളരിപ്പയറ്റ് ഇന്നതാണ്, അത് അഭ്യാസമുറകൾ ഇന്നതാണ്, കളരിപ്പയറ്റിൽ 18 അടവുകളുണ്ട്, ആ 18 അടവുകളെല്ലാം തന്നെ ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന അടവുകളാണ് എന്നെല്ലാം പറഞ്ഞ് തന്നെ ഞാൻ എല്ലാവരെയും മനസ്സിലാക്കാറുണ്ട്. ഹരി എന്നാണ് കളരിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അജ്ഞാനമെന്നും ഹരി എന്ന് പറഞ്ഞാൽ ശത്രു എന്നാണ്. അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അജ്ഞാനം ഇല്ലാതാക്കുക, ജ്ഞാനമുണ്ടാകുക, വിവരമുണ്ടാകുക, അതാണ് കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കളരിയിൽ വരുന്ന വിദ്യാർത്ഥികളെ എല്ലാം തന്നെ വെറും അഭ്യാസമുറകൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്.
വെറും കുട്ടികളോട് പറഞ്ഞ് കുറേ നേരം കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി നല്ല കുട്ടികളായി വളർത്തിയെടുക്കുന്ന സംവിധാനമാണ് കളരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക്, കുട്ടികൾക്ക്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കളരിപ്പയറ്റിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി നല്ലവണ്ണം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുതന്നെ ഈ ജീവിതകാലം വരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 사인 걸어서 거기 반대로 보이지.